എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും മുഖത്ത് കാണുന്ന ചുളിവുകൾ ഉണ്ടാവില്ലേ അത് നല്ലവണ്ണം കുറയ്ക്കാനും മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന സൂപ്പർ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഡെയിലി നമ്മൾ തേക്കുവാണുണ്ടല്ലോ നമ്മുടെ മുഖത്തിൽ ചുളിവുകളൊക്കെ നല്ലോണം കുറയും, മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ വെളിച്ചെണ്ണ ചേർത്തുള്ള ഒരു അടിപൊളി പാക്കാണിത്. വെളിച്ചെണ്ണയുടെ കൂടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എങ്കിലാണ് ഈ ഒരു പാക്ക് ഒരു സൂപ്പറായിട്ട് നമ്മുടെ മുഖത്ത് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. പാക്ക് തയ്യാറാക്കാനായിട്ട് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വേണേ. ഇത് വെളിച്ചെണ്ണ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തൈര്, നല്ല കട്ട തൈര് തന്നെ എടുക്കണം കേട്ടോ. എനിക്കിത് കട്ട തൈര് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കണേ. അപ്പോൾ തൈര് ഇതാ 2 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ, 2 സ്പൂൺ അളവിൽ തൈരെടുത്തു. പിന്നെ വേണ്ടത് തേനാണ്. തേനിതാ 1 സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് മാത്രമേ ഞാൻ 2 സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയും തേനും ഒക്കെ ഓരോ സ്പൂൺ വീതമാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഓറഞ്ചിൻ്റെ നീരാണ്. ഇതാ ഒരു ഓറഞ്ചിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീരിൽ ഇപ്പോൾ ഒരു 1.5 സ്പൂൺ അളവിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും 1 സ്പൂൺ അളവിലാണ് വേണ്ടത്. 1 സ്പൂൺ അളവിൽ ഓറഞ്ച് നീരും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമ്മളിതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? തൈരുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, തേനുണ്ട്, ഓറഞ്ചിൻ്റെ നീരുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഈ തേനും വെളിച്ചെണ്ണയും മിക്സ് ചെയ്യാൻ തേനും വെളിച്ചെണ്ണയും മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കണ്ടില്ലേ നല്ല വെള്ളം പോലെയായിട്ട് ഇരിക്കുന്നത്. ഇത് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം തേച്ച് കൊടുക്കണം. നല്ലവണ്ണം മസാജൊക്കെ ചെയ്ത് 2-3 പ്രാവശ്യമൊക്കെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുകയാണുണ്ടല്ലോ മുഖമൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവേ. ഇത് മുഖത്ത് മാത്രമല്ല കൈകളിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു ടിപ്പാണിത്. നിറം വയ്ക്കാൻ സൂപ്പറാണ്. ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടും. കാരണം മുഖം നിറം വയ്ക്കാൻ സൂപ്പറാന്ന് പറയാൻ കാരണം നമ്മളിതിൽ തൈര് ചേർത്തിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ നീര് ചേർത്തിട്ടുണ്ട്, തേന്, വെളിച്ചെണ്ണ എല്ലാ സാധനവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടാനും മുഖത്തെ പാടുകളുണ്ടെങ്കിൽ എല്ലാം മാറി കിട്ടാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ. ഇത് നമ്മുടെ മുഖത്തും കഴുത്തിലും കൈകളിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാം. മാക്സിമം ഒരു 15 മിനിറ്റ് അത്രമാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്യണം. തേനും വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല കാറ്റാണ്. എൻ്റെ ഫോണും ഒക്കെ പറന്നു പോകുമെന്ന് അറിയത്തില്ല, അതുപോലത്തെ കാറ്റാണ് വീശുന്നത്. ഇപ്പം ഇത് ഞാൻ മുഖത്ത് തേക്കുന്നില്ല കേട്ടോ. എൻ്റെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഉണ്ണിക്കുട്ടനുണ്ടല്ലോ ഇന്ന് സ്കൂളിൽ പോകാതെ ഇവിടെ ഇരിക്കുകയാണേ. അവന് പനിയാണല്ലോ. അപ്പം ഇന്ന് സ്കൂളിൽ വിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര കുർത്തക്കടായിട്ട് നടക്കുകയാണ്. അതാ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ലവണ്ണം മസാജ് ചെയ്യണം കേട്ടോ. നമുക്കിത് മുഖത്തൊക്കെ തേക്കാവുന്നതാണ്. മുഖത്തും കഴുത്തിലൊക്കെ തേക്കുന്നതാണ്. പക്ഷേ ഞാൻ മുഖത്ത് തേക്കുന്നില്ല വെച്ചിട്ടാണ് ഞാൻ പൗഡറൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മുഖത്ത് തേക്കണില്ല, നമുക്ക് കൈകളിൽ തേച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ കൈകളിലൊക്കെ തേക്കുവാണെങ്കിൽ ഒരു 2-3 ട്രിപ്പൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു തവണ തേച്ച് ഒന്ന് ഡ്രൈ ആയി വീണ്ടും തേച്ച് കൊടുക്കാം. നല്ല കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കണേ. എങ്കിലാണ് നല്ലതായിട്ട് ബ്രൈറ്റ് ആവുക കേട്ടോ മുഖമൊക്കെ. അപ്പോൾ എനിക്ക് കട്ടത്തൈര് കിട്ടിയില്ലായിരുന്നേ. അപ്പോൾ തേക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ കൈകളും മുഖമാണെങ്കിലൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. കണ്ടില്ല, നമ്മൾ തേച്ചങ്ങ് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിലും മാറിക്കിട്ടും. ഓയിൽ സ്കിന്നർ തേക്കണ്ട കേട്ടോ. നമ്മൾ തൈരൊക്കെ എടുക്കും, നല്ല കട്ട തൈര്, വെണ്ണ പോലത്തെ കട്ട തൈരല്ലേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പിമ്പിൾസൊക്കെ വരും. വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും കുരുക്കളൊക്കെ വരും. അല്ലെങ്കിൽ നിങ്ങൾ തേച്ച് കുഴപ്പമില്ല, ഒരു കടലമാവ് ഉപയോഗിച്ച്
കഴുകുവാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. അപ്പം നല്ലവണ്ണത തേച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലവണ്ണം മസാജും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഇപ്പം അതിൻ്റെ വ്യത്യാസം കണ്ടോ? കൈ മസാജ് ചെയ്ത കൈ നോക്കിക്കേ, ഇതൊന്നും ചെയ്യാതെ കൈ. അപ്പോൾ കണ്ടോ മസാജൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൈക്ക് നല്ലൊരു തിളക്കം കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ മുഖത്തും തേച്ച് കൊടുക്കുക, നല്ലവണ്ണം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ചാൽ മതിയാവേ. ഇപ്പോൾ കൈകളിലും കാലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുത്തു, ഇപ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയി, അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ വേണം തേച്ച് കൊടുക്കാം. മുഖത്തൊക്കെ ഒരു തവണ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലവണ്ണം മസാജ് ചെയ്യാനും മറക്കല്ല. മാക്സിമം ഒരു 15 മിനിറ്റ് അത്രയും മതി. എന്നിട്ട് കഴുകിക്കളയുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ തേക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ തേക്കുമ്പോണ്ടല്ലോ നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയും, മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നിറം വയ്ക്കാനും അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഉണ്ണിക്കൂട്ടനുണ്ടല്ലോ ഇത് ഭയങ്കര കുർത്തക്കടായിട്ട് നടക്കുകയാണ്. മേത്ത് വെള്ളം ഒഴിക്കല്ലേ. ഉണ്ണി ഇത് കണ്ടോ, കൈ തേച്ചപ്പോഴുള്ള മാറ്റം കണ്ടില്ലേ. ഇതിന് ഒരു തവണ മാത്രമേ തേച്ച് കൊടുത്തോളേ, ഇതൊക്കെ 2 തവണയായിട്ട് തേച്ച് കൊടുത്തേ. കൈയുടെ മാറ്റം കണ്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴിയുന്നുണ്ടെന്ന് നോക്കട്ടോ. കൈക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും, ചുളിവുകൾ കുറയാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ചെറിയൊരു ടിപ്പാണ് കേട്ടോ. ഇങ്ങോട്ട് ഭയങ്കര കാറ്റാണ്, അയ്യോ കാറ്റിൻ്റെ കാറ്റാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളല്ലേ. തൈര്, വെളിച്ചെണ്ണ, തേന്, ഓറഞ്ചിൻ്റെ നീരില്ലെങ്കിൽ വിഷമിക്കേണ്ട, ചെറുനാരങ്ങയുടെ നീരെടുത്താലും മതി. പക്ഷേ ഫേസിലൊക്കെ തേക്കുമ്പോൾ ചെറുനാരങ്ങ നീര് നമ്മൾ കുറയ്ക്കണം, അതായത് ഒരു 1/4 ടീസ്പൂൺ അത്രയൊക്കെ മതിയാവും മുഖത്ത് തേക്കുമ്പോഴേ. പക്ഷേ ഓറഞ്ചിൻ്റെ നീര് ഇപ്പോൾ 1 സ്പൂൺ എടുത്താലൊന്നും പ്രശ്നമില്ല കേട്ടോ. അതാണ് ഞാൻ ഓറഞ്ചിൻ്റെ നീരെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കൂടുതലുണ്ട് നമുക്കിത്, കയ്യിലും കാലിലും ഒക്കെ തേക്കാൻ ഒരുപാടുണ്ട്. ഈ ചെറുക്കൻ വെള്ളത്തിൽ എൻ്റെ മേത്ത് മൊത്തം വെള്ളം തെറിപ്പിക്കാം. ഒരു 15 മിനിറ്റ് നല്ലവണ്ണം കൈകൾ നല്ലവണ്ണം തേച്ച് കൊടുത്തതാണ്. 2 തവണയായിട്ട് തേച്ച് കൊടുത്തു കേട്ടോ. ഒരു തവണ നന്നായിട്ട് തേച്ച് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കൈകൾ തേച്ച് കൊടുത്തു, നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്തു. അങ്ങനെ ഒരു 15 മിനിറ്റ് കൈകൾ വെച്ചതാണ്. കൈക്ക് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി അങ്ങനെ ഓയിലായിട്ടൊന്നും തോന്നുന്നില്ല, ചെറിയ രീതിയിലുള്ള ഓയിലൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഓയിൽ സ്കിന്നാർക്കും തേക്കാവുന്നതാണ്. പിന്നെ ഞാൻ അധികം കട്ടിയില്ലാത്ത തൈരാണല്ലോ എടുത്തത്. കട്ടിയുള്ള തൈരാണെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് ഓയിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നാർക്ക് ഇത്തിരി കട്ട തൈരാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് കൈ നല്ലോണം തേച്ച് കൊടുത്തു, നല്ലോണം മസാജ് ചെയ്തു. കൈക്ക് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും തേക്കുവാണെങ്കിൽ നമ്മുടെ കൈകളിൽ ചുളിവുകളൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ഓറഞ്ച് നീരിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരെടുക്കാം. ചെറുനാരങ്ങയുടെ നീരില്ലെങ്കിൽ തക്കാളിയുടെ നീരെടുത്താലും മതി. പക്ഷെ ചെറുനാരങ്ങയുടെ നീരെടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് എടുക്കരുത്, 1/4 ടീസ്പൂൺ അളവിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മളിത് മുഖത്ത് തേക്കുവാണെങ്കിൽ, കൈകളിലൊക്കെ തേക്കുവാണെങ്കിൽ 1 സ്പൂൺ എടുക്കുകയെന്ന് കുഴപ്പമില്ല. പക്ഷെ മുഖത്ത് തേക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നിറം വയ്ക്കാൻ അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുകാരൊക്കെ നല്ല ഡ്രൈനെസ്സൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.